കഴിഞ്ഞ 4 പതിറ്റാണ്ടിൽ രാജ്യം വെല്ലുവിളികളെ നേരിടുന്ന സമയത്തെല്ലാം ഭരണരംഗത്തെ നിർണായക റോളിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു. രാജ്യത്തെ സമ്പദ്ഘടനയെ അടിമുടി മാറ്റിയ വിദഗ്ധൻ, രാഷ്ട്രീയ വെല്ലുവിളികളെ സൗമ്യതയോടെ നേരിട്ട മാന്യനായ ഭരണാധികാരി കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. 1990 വിദേശ നാണ്യശേഖരം കുത്തനെ ഇടിഞ്ഞ് ഇന്ത്യ പാപ്പരത്വത്തിലേക്ക് വീഴുമെന്ന് ഭയന്ന കാലം. കൈപിടിച്ചു നടത്താൻ രാജ്യത്തിന് ഒരു രക്ഷകനെ ആവശ്യമായിരുന്നു. 91 തെരഞ്ഞെടുപ്പ് വിജയിച്ച് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയ നരസിംഹറാവു ആ രക്ഷകനെ കണ്ടെത്തിയത് മുൻ RBI ഗവർണറും സാമ്പത്തിക ഉപദേശകനുമായ ഡോക്ടർ മൻമോഹൻ സിംഗിലാണ്. പ്രായോഗികവാദിയായ സാമ്പത്തിക വിദഗ്ധനായിരുന്നു അതുവരെ രാഷ്ട്രീയത്തിലില്ലാതിരുന്ന മൻമോഹൻ സിംഗ്. ധനമന്ത്രിയായി ചുമതലയേറ്റ മാസങ്ങൾക്കുള്ളിൽ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ബജറ്റ് പുതു ഇന്ത്യയുടെ ജാതകമായിരുന്നു. ഉദാരീകരണത്തിലൂന്നിയ സാമ്പത്തിക നയത്തിലൂടെ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ സമ്പദ് രംഗത്ത് മാറ്റത്തിന്റെ നാന്ദി കുറിച്ചു. ആഗോളീകരണത്തിലൂടെ വിശാലതയിലേക്ക് ഇന്ത്യൻ വിപണിയെ തുറന്നുകൊടുത്തു. രാജ്യത്തിന്റെ വ്യവസായ വാണിജ്യ മേഖലകളെ ചുവപ്പ് നാടകളിൽ നിന്ന് മോചിപ്പിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയതും തികച്ചും അപ്രതീക്ഷിതമായാണ്. 2004 UPA സഖ്യം ഭൂരിപക്ഷം ഉറപ്പിച്ചപ്പോൾ ആരാകും പ്രധാനമന്ത്രി എന്നതായിരുന്നു ചോദ്യം. എല്ലാ കണ്ണുകളും സോണിയാഗാന്ധിയിലേക്ക്. പക്ഷേ സോണിയാഗാന്ധി നിർദ്ദേശിച്ചത് മൻമോഹൻ സിംഗിനെ. 2009 UPA സർക്കാർ ഭരണം നിലനിർത്തിയപ്പോഴും മൻമോഹൻ സിംഗ് തന്നെയായിരുന്നു പ്രധാനമന്ത്രി. ഭക്ഷണവും വിദ്യാഭ്യാസവും തൊഴിലും ഭരണപരമായ വിവരങ്ങളും പൗരന്മാർക്ക് നിയമപരമായ അവകാശമാക്കിയത് മൻമോഹൻ സിംഗ് സർക്കാരാണ്. തൊഴിലുറപ്പ് പദ്ധതിയും ദേശീയ ആരോഗ്യ മിഷനുമെല്ലാം സർവതല സ്പർശിയായ വികസന മാതൃകകളായി. 2007 രാജ്യം 9% GDP നേടിയതും സാമ്പത്തിക വളർച്ചാ തോതിൽ ലോകത്ത് രണ്ടാമതെത്തിയതും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മികവിന്റെ മുദ്രകളായി. 1932 സെപ്റ്റംബർ 26 പഞ്ചാബിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ജനിച്ചത്. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലകളിൽ തുടർ പഠനം. 1971 വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവായാണ് മൻമോഹൻ സിംഗ് ഇന്ത്യ സർക്കാരിന്റെ ഭാഗമാകുന്നത്. 1972 ധനകാര്യ മന്ത്രാലയത്തിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി. 1982 മുതൽ 85 വരെ റിസർവ് ബാങ്ക് ഗവർണർ. പിന്നീട് 2 വർഷം ആസൂത്രണ കമ്മീഷൻ മേധാവിയായും പ്രവർത്തിച്ചു. 1987 പത്മവിഭൂഷൺ നൽകി ഡോക്ടർ മൻമോഹൻ സിംഗിനെ രാജ്യം ആദരിച്ചു. ന്യൂസ് ഡെസ്ക് 24.